ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ രണ്ട് രീതിയിലാണ്. പ്രൈവറ്റ് ഫൈനൽ കൺസംഷനും ഉണ്ട്, ഗവൺമെൻറ് ഫൈനൽ കൺസംഷനും ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ പ്രൈവറ്റിൻ്റെ എല്ലാ കൺസംഷൻസും റോ മെറ്റീരിയൽ പെടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മുടെ ഈ ലാൻഡ് വാങ്ങിയതും അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തതും വരിക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്യിക്കില്ല അല്ലേ, PFCയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. പിന്നെ ഗവൺമെൻറ് ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഒന്നും പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് കിട്ടിയ പേയ്മെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് ട്രാൻസ്ഫർ പേയ്മെൻ്റായ പെൻഷൻസ്, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. ഇതിൽ ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് കോമ്പോണൻ്റ് ആയിട്ടുള്ള ഗ്രോസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലാൻഡും ബിൽഡിങ്ങും ഒക്കെ അസറ്റുകളാണ്. അപ്പോൾ അത് വരിക ഈ ഒരു കാറ്റഗറിയിലാണ്. ഇതിന് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അസറ്റ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നും കൂടെ കുറച്ചും കൂടി ആസ്തറ്റിക് ആയിട്ടുള്ളൊരു പേര് ഇതിനുണ്ട്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഇതിനെ പറയുക. അതുപോലെ തന്നെ ഇങ്ങനെയും പറയും ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇതെന്ന് പറഞ്ഞാൽ കൺസംഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ കൺസ്യൂം ചെയ്ത് കളയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് അതിനെ ഒഴിവാക്കിയത്. ഇത് നമ്മുടെ അസറ്റാണ്, കാലാകാലം നമുക്കുള്ളതാണ്, അത് കഴിയില്ല അല്ലേ. ഇയേഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവും അസറ്റ്, 10 വർഷം 11 വർഷമൊക്കെ. ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 50 വർഷമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കൺസ്യൂമബിൾസിൽ നമ്മൾ കൂട്ടൂല, അത് നേഷൻസ് ഫിക്സ്ഡ് ടാഞ്ചിബിൾ അസറ്റായിട്ടാണ് കൂട്ടുക. അതുപോലെ അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക് അതൊക്കെ ഇവിടെയാണ് വരിക. സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ പൈസ സ്റ്റോക്കിൽ എന്തൊക്കെ പെടും? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റായിട്ടുള്ള ബോണ്ട്, സ്റ്റോക്ക്, ക്യാപിറ്റൽ മാർക്കറ്റ് അവിടെയൊക്കെ പോകണ്ട. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ സ്റ്റോക്കല്ലേ, അക്കൗണ്ടൻസിക്കൊന്ന് പോയേ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള സ്റ്റോക്കിലിടാം. ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫ്യൂവല്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഗ്യാസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുക നമ്മൾ സ്റ്റോക്ക് പോലെ. ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ മിഷനറി, എക്സ്പെൻഡിച്ചർ ഓൺ കൺസ്ട്രക്ഷൻ ഇതൊക്കെ ഇവിടെയാണ് പെടുക. ഓൺ അക്കൗണ്ട് പ്രൊഡക്ഷൻ ഓഫ് മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ്, നമ്മൾ സ്വയം പണിയിച്ചാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും ഒക്കെ ഇവിടെയാണ് ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഒരു ടേബിൾ വേണം, അപ്പം നമ്മളത് കാർപ്പൻ്ററെ കൊണ്ട് സ്വയം പണിയിപ്പിച്ചാൽ അത് ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഇനി നമ്മൾ പുറത്തുനിന്ന് ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ഫർണിച്ചർ കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഇവിടെ തന്നെ. എക്സ്പെൻഡിച്ചർ ഓൺ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ സ്റ്റോക്ക്, അതായത് ക്ലോസിങ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഈ വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് പക്ഷേ ഇതുവരെ വിറ്റ് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ബാലൻസാണ് ഇതിൽ കിട്ടുക, ചേഞ്ച് ഇൻ സ്റ്റോക്കിൽ കിട്ടുക. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇറക്കിയ പൈസ ഉണ്ടല്ലോ, അതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ എക്സ്പെൻഡിച്ചർ, ആ ഇറക്കിയ പൈസ അടുത്ത വർഷത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇത് ഈ ഒരു കാറ്റഗറിയിൽ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനിൽ നമ്മളത് ആഡ് ചെയ്തത്. നമ്മുടെ സ്റ്റോക്ക് ഒരു അസറ്റാണെന്ന് അറിയാലോ, കറൻറ്റ് അസറ്റ് അല്ലേ സ്റ്റോക്ക്. അത് അസറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ അതിൻ്റെ വാല്യൂസ് എടുക്കുന്നതും. നെക്സ്റ്റ് ഇയറിലേക്ക് അസറ്റ് വാങ്ങാനായിട്ട് നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അതിന് വേണ്ടി ചിലവാക്കിയ എക്സ്പെൻഡിച്ചർ ഇവിടെയാണ് കാണിക്കേണ്ടത്. എക്സ്പെൻഡിച്ചർ ഓൺ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, വെറുതെ പറഞ്ഞു തരുന്നതാണ് ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വാല്യൂബിൾസ് സച്ച് ആസ് ജ്വല്ലറി ആൻഡ് വർക്ക് ഓഫ് ആർട്ട്. അപ്പം ജ്വല്ലറീസും ഇവിടെ പെടും, വർക്ക് ഓഫ് ആർട്ടും. ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, സ്വർണ്ണത്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ. ആൻഡ് വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട്, നമ്മുടെ ഒരു അസറ്റാണ്. അത് വിറ്റാൽ നമുക്ക് പൈസ കിട്ടുന്നേ. ഇപ്പോൾ ഒരു പെയിൻറ്റർ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തു, ഒരു റെസിൻ ആർട്ടിസ്റ്റ് നല്ല റെസിൻ ചെയ്തിട്ട് ഒരു കാലിഗ്രഫി വോൾ ആർട്ട് ചെയ്തു, അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക, അത് വാങ്ങാൻ കുറേ പേരുണ്ടാവും. പിന്നെ ഇതേ വന്നു നമ്മുടെ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ്. എക്സ്പോർട്ട് ആയതുകൊണ്ട് എക്സ് എന്നും ഇമ്പോർട്ട് ആയതുകൊണ്ട് ക്യാപിറ്റൽ എം എന്നുമാണ് നമ്മൾ എഴുതൽ അല്ലേ. എക്സ് മൈനസ് എം ഓഫ് എ കൺട്രി ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ ആണ്.
അപ്പം ചില സമയത്ത് നമ്മുടെ എക്സ്പോർട്ട് ഭയങ്കര കുറവും ഇമ്പോർട്ടായിരിക്കും ഭയങ്കര കൂടുതൽ. അപ്പം നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടും അല്ലേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ പോസിറ്റീവ് ഫിഗർ കിട്ടും, ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫിഗർ കിട്ടും. അപ്പം അങ്ങനെ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം കേട്ടോ നെറ്റ് എക്സ്പോർട്ട്. ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടുമ്പോഴാണ് നെഗറ്റീവ് ആവുക. കാരണം എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ടേം ഭയങ്കരമായിട്ട് കൂടുമ്പോഴാണ് നെഗറ്റീവ് ആവുക, നെഗാവുക. ഓക്കെ. നമ്മുടെ എക്സാമിൻ്റെ കാര്യം വിളിച്ചാൽ ആരും നെഗാവരുത്. കാരണം എക്സാം ഭയങ്കര സിമ്പിളായിരിക്കും. നമ്മൾ നല്ലോണം പഠിച്ചാൽ മതി. നല്ലൊരു ഫണ്ണി ആയിട്ടൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക, രസമാണ്. നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷനിൽ നമ്മൾ സെയിൽ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്യണം. ഇങ്ങനെ ചിന്തിച്ചു, നമ്മളെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണല്ലോ അത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, അതിൻ്റെ കോസ്റ്റ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. വേറെ രാജ്യത്ത് നിന്ന് നമ്മളെ രാജ്യത്തേക്ക് വന്നല്ലോ, അപ്പം വേറെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സാധനത്തിൻ്റെ കോസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കുറയ്ക്കണം. ഇങ്ങനെയും ഓർത്ത് വെച്ചോളൂ. ഇനിയാണ് ഹൗ ടു അറൈവ് അറ്റ് NNPFC അഥവാ നമ്മളെ നാഷണൽ ഇൻകം. അപ്പം നാഷണൽ ഇൻകം ഏറ്റവും നല്ല അഗ്രിഗേറ്റ് ചെയ്ത നാഷണൽ ഇൻകം കാണാനായിട്ട് NNPFC ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ GDP MP ആയിട്ടുള്ള നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ അഗ്രിഗേറ്റ് എടുക്കുക. എന്നിട്ട് എന്താണ് ഫോർമുല? C+ നമ്മുടെ കൺസംഷൻ അല്ലേ, പ്രൈവറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്ലസ് GDFC ആണല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, പ്ലസ് എന്താ നെറ്റ് എക്സ്പോർട്ട്, അതാണ് NX എഴുതിയിരിക്കണം. പിന്നെ നമ്മൾ നേരെ GDP കിട്ടിയാലോ, ഇനി നമുക്ക് വേണ്ടത് GNP ആക്കാം. ഓക്കെ. എന്നിട്ട് GNP വേണ്ടത് നമ്മൾ ഫസ്റ്റ് എഴുതണമല്ലോ, പിന്നെ നമ്മൾ ഉള്ളതാണ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടോടത്തും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നടുവത്തെ N-ഉം D-യും ആണ്. അപ്പോൾ N-ലേക്ക് എത്താൻ D-യിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? D+ NFI ആഡ് ചെയ്താലാണ് N കിട്ടുക അല്ലേ, വേണ്ടത് കിട്ടുക. ഓക്കെ. പിന്നെ നമുക്ക് GNP കിട്ടി. ഇനി GNP അത് FC ആക്കി മാറ്റണം. ഓക്കെ. കാരണം NNPFC ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ചെയ്താൽ GNP FC ചെയ്താൽ, പിന്നെ നമുക്ക് ഉള്ളത് GNP MP ആണ്. അപ്പം FC-യിലോട്ട് എത്താം. MP-ന്ന് നമ്മുടെ ടാക്സൊക്കെ കുറച്ചാൽ മതി. അപ്പം നെറ്റാണ് കുറയ്ക്കേണ്ടത്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സാണ് കുറയ്ക്കേണ്ടത്. ശരിക്കും ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കേണ്ടത്, പക്ഷേ അതിൻ്റെ നെറ്റാണ് കുറയ്ക്കേണ്ടത്. കിട്ടിയത് മൈനസ് കൊടുത്തത്, അല്ലെങ്കിൽ കൊടുത്തത് മൈനസ് കിട്ടിയത് എന്നാണ് ടാക്സിൻ്റെ കാര്യത്തിൽ പറയുക. കാരണം ടാക്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നെറ്റിനെ പോസിറ്റീവ് ഫിഗർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് മൈനസ് കിട്ടിയത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടാക്സ് മൈനസ് സബ്സിഡി എന്നാക്കിയിട്ട് നെറ്റിൻ്റെ ഫോർമുലേനെ മാറ്റിയത് അല്ലേ. എന്തായാലും FC കിട്ടാനായിട്ട് MP-ന്ന് നെറ്റ് കുറച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നല്ല ഉപകാരപ്പെടും. നമുക്ക് ഇങ്ങനത്തെ ചെറുകിട അഗ്രിഗേറ്റ്സ് ഒക്കെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. ഞാൻ പ്രീവിയസ് ഇയർ പേപ്പർ നോക്കിയപ്പോൾ കണ്ട പാറ്റേൺ ഇതാ. പിന്നെ നമുക്ക് വേണ്ട ഫൈനലി NNPFC ആണ് വേണ്ടത്. അപ്പോൾ നമ്മളുള്ളത് GNPFC ആണ്. അപ്പം G-യും ഫസ്റ്റത്തെ N-ഉം G-യും ആണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഗ്രോസ് ആണ്, നെറ്റ് വേണം. അപ്പോൾ മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ നെറ്റ് കിട്ടുമല്ലേ. ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് കിട്ടാൻ. ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് വേണ്ടതാണ് ഫസ്റ്റ് ചെയ്തിരിക്കണം. ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഉള്ളതാണിപ്പോൾ. അപ്പോൾ നമുക്ക് ഗ്രോസ് ഓൾറെഡി ഉണ്ട്. അതിൽ എന്ത് ചെയ്താലാണ് നമുക്ക് നെറ്റ് കിട്ടുക? മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, എന്നാലാണ് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള N കിട്ടുള്ളൂ. ഓൾറെഡി പറഞ്ഞില്ലേ, GDP-യിൽ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. GDP-ന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാലാണ് NDP കിട്ടുള്ളൂ. അതാണ് കുറച്ചും കൂടി നല്ല മെഷർ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ല അന്ന്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇനി ഭയങ്കര പ്രോ ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ NNPFC ആണല്ലോ വേണ്ടത്, അത് ആദ്യം എഴുതുക. ഈക്വൽ ടു GDP MP അങ്ങോട്ട് എഴുതുക. ശടപടെ എന്താണോ വേണ്ടത് അതിലോട്ട് എത്തിക്കാനായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. പക്ഷെ അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. എൻ്റെ കുട്ടിക്ക് എന്തായാലും കിട്ടും. ബിക്കോസ് യു ആർ ഹിയറിങ് സന മിസ് ക്ലാസ്സസ്നാ. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അണേബിൾ ടു എസ്റ്റിമേറ്റ് ഇൻകം ഹോളി ബൈ വൺ മെത്തേഡ്. അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒന്നാമത് നല്ലോണം ടാക്സ് അടയ്ക്കില്ല, പിന്നെ നല്ല പോപ്പുലേഷനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ പ്രൊഡക്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുക. സ്മോൾ സ്കെയിൽ സെക്ടറിൽ ഇൻകം മെത്തേഡാണ് ഉപയോഗിക്കൽ. കൺസ്ട്രക്ഷൻ സെക്ടറിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് ഉപയോഗിക്കൽ. ഓക്കെ. ടെക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ എഴുതിയെന്നുള്ളൂ. ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ NNPFC കാണണം, നാഷണൽ ഇൻകം കാണണം ബൈ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നന്നായി. ഇപ്പോൾ
നേരത്തെ ഞാൻ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ചേഞ്ച് ഇൻ സ്റ്റോക്ക് വരും അതിൽ, അതുപോലെ നെറ്റ് അക്യൂസിഷൻ ഓഫ് വാല്യൂബിൾസും വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട്, അതിൻ്റെ ഒപ്പം ചേഞ്ച് ഇൻ സ്റ്റോക്കും നെറ്റ് അക്യൂസിഷൻ ഓഫ് വാല്യൂബിൾസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. കുറേ പേർക്ക് ഡൗട്ട് വരും, ഈ ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഉള്ളിൽ തന്നെ ഈ ചേഞ്ച് ഇൻ സ്റ്റോക്കും നെറ്റ് അക്യൂസിഷൻ ഓഫ് വാല്യൂബിൾസും ഇല്ലേന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, ഇല്ല. കാരണം ശരിക്കും ഇതിൻ്റെ പേര് എന്തായിരുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നാണ് പേര്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതുപോലെ ഓരോ കോമ്പോണൻസും ഈ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഏറ്റവും വലുത് ഏതാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ. അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ഫിക്സ്ഡും ഈ ചേഞ്ച് ഇൻ സ്റ്റോക്കും നെറ്റ് അക്യൂസിഷൻ ഓഫ് വാല്യൂബിൾസും. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ്ലി ആഡ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നടുവിൽ ഫിക്സ്ഡ് ഉണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് ഇമ്പോർട്ടാണ്. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അപ്പം നെറ്റ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ടാണ്. സപ്പോസ് നെറ്റ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് അല്ലേ. അപ്പം 60 മൈനസ് 20 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം നേരെ നമ്മൾ അതിനെ തിരിച്ചിടാണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ എന്താവും, 20 മൈനസ് 60 ആയില്ലേ. അപ്പോൾ അവിടെ നെഗറ്റീവ് ഫിഗർ വന്നില്ലേ. അപ്പം അതുകൊണ്ട് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ -20 ആവും. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ഫൈനൽ കൺസംഷനും പബ്ലിക് ഫൈനൽ കൺസംഷനും എക്സ്പെൻഡിച്ചറും നമ്മൾ കൂട്ടണം. ഓക്കെ, അങ്ങനെ നമുക്ക് GDP MP കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് NNP-FC ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്തിട്ട് ഈക്വൽ ടു ഉള്ളത് ഏതാ GDP MP, പിന്നെ അങ്ങോട്ട് മൈനസ് പ്ലസ് ഓരോന്നും ചെയ്താൽ എന്തായാലും ആൻസർ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് NFIAക്ക് ഇൻകം ഫ്രം റിസീവ്ഡ് മൈനസ് പെയ്ഡ് അല്ല നെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്രം ഇല്ല ഇവിടെ. ഓക്കെ, ഫ്രം എന്നാണ് നമ്മൾ പെയ്ഡ് മൈനസ് ചെയ്യേണ്ടത്. അപ്പം 0 മൈനസ് 20 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഒരു -20 വരും. പിന്നെ മൈനസ് നിറ്റാണുള്ളത്. അപ്പോൾ പുറത്ത് നെറ്റിൻ്റെ പുറത്ത് മൈനസ് വന്നാൽ ഉള്ളിലത്തെ സബ്സിഡിക്കും കൂടി അത് ബാധിക്കും. അതും കൂടെ ശ്രദ്ധിച്ചാൽ 435 crore കിട്ടും. ഇനി ഈ ക്വസ്റ്റിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ GDP MPയും കാണാൻ പറഞ്ഞിട്ടുണ്ട്, NDP-FCയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻകം മെത്തേഡിൻ്റെ അഗ്രിഗേറ്റ്. ആദ്യം GDP MP കാണാം. ഇതിലാകെ ഡൗട്ട് വരാം, നെറ്റ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ. നെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ, ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ആണല്ലേ. 770 എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി നമ്മുടെ 130 ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് ആ ഒരു പൈസ അവിടെ എഴുതിയിരിക്കണം. നെറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞ എമൗണ്ടിൽ നിന്ന് 130 കുറച്ചപ്പോഴാണ് 770 കിട്ടിയത്. നമുക്ക് ഇവിടെ വേണ്ടത് മൊത്തം ക്യാപിറ്റലിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ കുറച്ച 130 ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗ്രോസിനെ നമ്മൾ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ 770യുടെ ഒപ്പം ആ 130 കൂടെ ആഡ് ചെയ്താൽ ശരിക്കും ഗ്രോസായി മാറിയില്ലേ. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് NNP-FC GDP MP ചെയ്യാം. പിന്നെ ഓരോന്നും നമുക്ക് NNP-FCയിലോട്ട് എത്താൻ GDPയിൽ എന്തൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം Nഉം Gയും മാറ്റം വരുത്തണം അല്ലേ. അപ്പം ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷനാണ് നെറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ഇൻകം മെത്തേഡിൽ വരാൻ NNP-FC നമ്മുടെ NDP-FC എഴുതുക. അപ്പോൾ ആകെ കൂടെ നടുവത്തെ Nഉം Dക്കും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നാഷണൽ നമ്മുടെ ഡൊമസ്റ്റിക് നാഷണൽ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് NFI എഴുതണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ. പിന്നില്ലേ, ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും പ്രീവിയസ് പേപ്പേഴ്സിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ അറ്റംപ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റും ഇൻകം മെത്തേഡ്. മേ ബി ദാറ്റ്സ് വൈ. അപ്പം എന്നാൽ ശരി.